ഹലോ, താങ്കൾക്ക് പേര് വേണോ, പ്രശസ്തി വേണോ, സമ്പത്ത് വേണോ, അധികാരം വേണോ? എല്ലാവരാലും ആദരിക്കുന്ന വ്യക്തിത്വമാവണം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാവണോ? വേണ്ട വേണ്ട അല്ലേ. ഇന്ത്യ മഹാരാജ്യം അറിയപ്പെടുന്ന ആളാവണോ? വേണ്ടേ. സ്വന്തം സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് അറിയപ്പെടുന്ന ആളാവണം? നോക്കാല്ലേ. സ്വന്തം ജില്ല അറിയപ്പെടുന്ന ആളാവണം? പഞ്ചായത്ത് അറിയപ്പെടുന്ന ആളാവണം? അറ്റ്ലീസ്റ്റ് നമ്മുടെ വാർഡിൽ അതും വേണ്ട, സ്വന്തം വീട്ടിലെങ്കിലും നമുക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവുന്ന വ്യക്തിയായിട്ട് മാറണം. അതിനുള്ളൊരു വഴി പറയാം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന ഒരു വഴിയാണ് കേട്ടോ. നന്നായി സംസാരിക്കാൻ പഠിക്കുക. ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ ആവുക. നന്നായി സംസാരിക്കുന്ന സുഹൃത്തിനെ, ടീച്ചറെ, ഡോക്ടറെ, കച്ചവടക്കാരനെ, പോലീസ് ഓഫീസറെ, നന്നായി സംസാരിക്കുന്ന ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, രാഷ്ട്രീയ പ്രവർത്തകരെ ഒക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. നാം അവരുടെ കൂടെ കൂടും, അവരെ കേട്ടിരിക്കും, അവർ നമ്മെ പ്രചോദിപ്പിക്കും, കൂടെ കൂട്ടും. അവർക്ക് ആശയമുണ്ട്, സന്ദേശമുണ്ട്, കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ അവർക്ക് അറിയാം. സംശയലേശമില്ലാതെ അവർ പറയും, നമ്മളെ മനസ്സിലാക്കിപ്പിക്കും, നമ്മളെ മനസ്സിലാക്കി തരും. അതുകൊണ്ട് അവർ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്നറിയപ്പെടുന്നു. നമുക്കും ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ ആവാം. അതിന് 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. 3 കാര്യം. 1 ക്ലാരിറ്റി, 2 കോൺഫിഡൻസ്, 3 ലിസണിങ്. ഈ 3 കാര്യം കേട്ടാണ്ടല്ലോ ജീവിതം നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ ആവാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഒരു ഡെഫിനിഷൻ ഉണ്ട്. Communication is the ability to convey a message clearly, ensuring that the listener understands it is intended. അഥവാ നിങ്ങളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതൊരു എബിലിറ്റിയാണ്, ഒരു സ്കില്ലാണ്. കൺവേ ഒരു മെസ്സേജ് നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു കാര്യം ഉറപ്പാക്കണം, എൻഷുവർ ചെയ്യണം. അതായത് ലിസണർ ഉറപ്പാക്കേണ്ടത്, ലിസണർക്ക് മനസ്സിലാവണം നിങ്ങൾ എന്താണോ ഇൻറ്റൻഡ് ചെയ്തത്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിരൂപിച്ചത്, അത് കൃത്യമായി അയാളിലേക്ക് ചെല്ലണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട 1ാമത്തെ കാര്യമാണ് ക്ലാരിറ്റി. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തമായി പറയണം. ചുണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ശബ്ദം ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് വരണം. വേഗത കൊണ്ടോ, ഭാഷ കൊണ്ടോ, അല്ലെങ്കിൽ വാക്കുകൾ അറിയാത്തത് കൊണ്ടോ, കൃത്യമായ സെൻറ്റൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ നമ്മൾ പറഞ്ഞാൽ എന്തുണ്ടാവും, തെറ്റി പറഞ്ഞാൽ എന്തുണ്ടാവും, ഇതിനൊക്കെ വിപരീത അർത്ഥം വരും, മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. തെറ്റായ ആൾക്കാർ ധരിക്കും. എനിക്ക് ലൈറ്റായിട്ടൊരു ഫുഡ് വേണം, വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ടായി, സ്പൈസി ആവാം എന്നാൽ വല്ലാണ്ട് വേണ്ട, മധുരമാകാം വല്ലാണ്ട് വേണ്ട, വേഗം വേണം, വേണമെങ്കിൽ സമയം എടുത്തോ. ഇങ്ങനെയാണ് നമ്മൾ ഹോട്ടലിൽ ചെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ആ വെയിറ്റർക്ക് ആകെ കൺഫ്യൂഷൻ വരുമല്ലേ, എന്തൊക്കെ സെൻറ്റൻസുകളാ പറഞ്ഞ്. മറിച്ച് എനിക്ക് 2 ചപ്പാത്തി വേണം, ഒരു വെജ് കറി വേണം, നല്ല ചൂടിൽ ഒരു കോഫി വേണം, വേഗം തരണേ, തീർന്നു. അതിന് പകരം സ്പൈസി ആവാം, സ്പൈസി അല്ല വല്ലാണ്ടാവരുത്, ഷുഗർ വേണം, ഓക്കെ വല്ലാണ്ട് ഷുഗർ ആവരുത്, വേഗം വേണം, പതുക്കെ വേണം. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്താ കാരണം എന്നറിയോ? അവര് ഇതൊരു സ്കില്ലായിട്ട് കണ്ടിട്ടില്ല, ജന്മനാ കിട്ടിയൊരു കഴിവ്, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്, ഇതൊരു സ്കില്ലായിട്ട് കാണാത്തത് കൊണ്ട് അവര് സംസാരിക്കുന്നത് വെറുപ്പിക്കലായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. അതുകൊണ്ട് വ്യക്തത, ക്ലാരിറ്റി എന്ന് പറയുന്നത് സംസാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഇത് നമുക്കൊരു സ്കില്ലായതുകൊണ്ട് ഇതിനൊരു പരിശീലനം വേണം. ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. വെറുതെ ഇരിക്കുന്ന സമയമല്ലേ, ഈ യാത്ര ചെയ്യുന്ന സമയത്തില്ലേ, ആ സമയത്ത് ഒരു ചെറിയ ടോപ്പിക് എടുക്കുക. ഉദാഹരണം പെൻസിൽ, ടോയ്, സൗന്ദര്യം, സൗഹൃദം, അസൂയ, പച്ചപ്പ്, ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങൾ എടുത്തിട്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുക, സംസാരിച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കുക, കാർ ഓടിക്കുക. അപ്പം എന്താണെന്ന് അറിയോ, പതുക്കെ 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 ഒരു ടോപ്പിക്കിനെ എങ്ങനെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാമെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് സ്കില്ലാണ് കേട്ടോ, പ്രാക്ടീസ് വരും. വെറുതെ പോയി പറഞ്ഞ് മനുഷ്യന്മാരെ വെറുപ്പിക്കരുത് കേട്ടോ. ക്ലാരിറ്റി, ഓർമ്മ വേണം. സംസാരിക്കാൻ പോകുമ്പോൾ ഓർമ്മ വേണം, ഞാൻ ക്ലാരിറ്റിയോട് കൂടിയേ സംസാരിക്കൂ. ഈ കാലഘട്ടത്തിലുണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ട്രെയിനിങ്ങുകൾ ധാരാളം നടക്കുന്നുണ്ട്. ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ, സോഷ്യൽ മീഡിയയിൽ നോക്കൂ, അത്തരം പരിശീലനത്തിലേക്ക് പോവുക.
ഫീസ് കൊടുത്ത് അവിടെ ഇരിക്കുക. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ദ ക്യൂൻ ഓഫ് ദ സ്കില്ലുകളിൽ നമ്മൾ നേടേണ്ട കഴിവുകളിലെ ക്യൂൻ റാണിയായിട്ടുള്ള കഴിവാണ് ഈ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ഇതിന് പ്രാധാന്യം കൊടുത്തിരിക്കണം കേട്ടോ. രണ്ടാമത്തെ കാര്യമാണ് കോൺഫിഡൻസ്. നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് ആദ്യം വിശ്വാസം വേണം, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോകും. എന്നാലും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവാനേ ഈ കേൾക്കുന്ന ആൾക്കാരിൽ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കോൺഫിഡൻ്റ് ആയാലും അവൻ്റെ കണ്ണീർ നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കണ്ണീർ നോക്കുന്നില്ല, കൈകൾ കൃത്യമായി വയ്ക്കുന്നില്ല, അവിടെ ഇവിടെ തെറി പിടിപ്പിക്കുന്നു, സംസാരിക്കുന്നതിന് ഒരു പവറില്ല, ഒരു ഉറപ്പില്ല, സംസാരിക്കുന്നതിന് ധൈര്യം തോന്നുന്നില്ല. എങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇയാൾക്ക് കോൺഫിഡൻസ് ഇല്ലാന്ന്. നിങ്ങളുടെ വാക്കുകളെ അവരെടുക്കില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ പറയാന്ന് വിചാരിക്കുക, ഓപ്പറേഷൻ വേണം, പക്ഷെ ഉറപ്പില്ല കേട്ടാ, ധൈര്യം എനിക്ക് തോന്നുന്നില്ല, എന്നാലും നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും, അയാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും. പകരം അദ്ദേഹം പറയാണ്, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, ഈ ഓപ്പറേഷൻ സക്സസ് ആവും, നമുക്ക് എന്നാ ഡേറ്റ് പറയും. അങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അപാരമായ ഒരു എനർജി ഉണ്ടല്ലോ, അത് രോഗിയെ ആ പ്രശ്നങ്ങളിൽ നിന്ന് തരണം ചെയ്യാനുള്ള ചൈതന്യം തരും. ഈ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇന്റർവ്യൂ തോൽക്കുന്നത്. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സംസാരത്തിൽ ഒരു ലീഡർഷിപ്പ് ആൾക്കാർക്ക് ഫീൽ ചെയ്യാം. ശ്രദ്ധിക്കണേ, ഷോൾഡർ ഉയർത്തി പിടിച്ച് നിർത്തി പറയേണ്ട സെൻറ്റൻസുകൾ കൃത്യതയോടെ പറഞ്ഞ് ഷോൾഡർ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു സൂപ്പർമാൻ പോസ് എന്ന് പറയും. അതിതാണ് കണ്ടോ, ഷോൾഡർ ഉയർത്തിപ്പിടിക്കുക, കൈ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ എനർജിയോട് കൂടി നിൽക്കുക, അതന്നെ സൂപ്പർമാൻ പോസ്. ഇതൊന്ന് ഇടയ്ക്ക് നിന്ന് നോക്കിയിട്ടാ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബോധപൂർവം ഒന്ന് മനസ്സിൽ പറയുക, ഞാൻ സൂപ്പർമാൻ പോസിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മൾ സംസാരിക്കുക, നമ്മുടെ ശബ്ദം കേൾക്കണം. ഒരിക്കൽ പോലും കേൾക്കുന്ന ആള് ഒന്നും കൂടി പറയാവോ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അഥവാ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ കോൺഫിഡൻസ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇന്നു മുതൽ സൂപ്പർമാൻ പോസിൽ നിന്ന് സംസാരിച്ചു കൊടുക്കണം, ആൾക്കാർക്ക് ഫീൽ ചെയ്യട്ടെ യു ആർ കോൺഫിഡൻറ്റ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലിസണിങ്. ഈ മനുഷ്യനുണ്ടല്ലോ, ഒരു വായ സംസാരിക്കാൻ, രണ്ട് ചെവിയിലൂടെയും കേൾക്കാൻ നമ്മൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ പറയാറ്. ചില ആൾക്കാരുണ്ടല്ലോ, സംസാരിച്ച് മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള ഇടം പോലും കൊടുക്കാതെ വെറുപ്പിക്കും. എങ്ങനെയെങ്കിലും ഇയാളിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എത്രയോ പേരെടുത്ത് നിങ്ങൾ ഓടിപ്പോയിട്ടുണ്ട് അല്ലേ. നിങ്ങളുടെ സുഹൃത്തുക്കൾ ചില ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ തന്നെ പറയാറില്ല, എടോ തോമസ് ഊട്ടി വിട്ടോടാ എന്ന് പറഞ്ഞ് ഓടാറുണ്ടല്ലേ. ശ്രദ്ധിക്കണേ, മറിച്ച് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു ലിസണിങ് പവർ കൂട്ടി വരണം. ഓക്കെ, ഒരു 50% കേൾക്കുക, 50% പറയുക, പതുക്കെ. അപ്പം 100% ആയില്ലേ. പതുക്കെ നമുക്കൊരു 60% കേൾക്കുക, 40% പറയുക. വീണ്ടും നമുക്കൊന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നാൽ 70% കേൾക്കുക, ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് 30% പറഞ്ഞ് സംഭവത്തിന് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ലിസണിങ് പവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് കേൾക്കണം, കേട്ട് ബോധ്യപ്പെട്ട് അവർ പറയുന്നതിന് കൃത്യമായ മറുപടി കൊടുക്കുക. അതിനൊരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ. അവർ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കുക. മറ്റൊരു കാര്യം, ആഹാ, ഓഹോ, പ്രോത്സാഹനം കൊടുക്കുക. ഓഹോ, എന്നിട്ട് എനിക്കിത് താല്പര്യം തോന്നുന്നു, പറയൂ, കേൾക്കട്ടെ, ഒന്ന് പറഞ്ഞു പഠിച്ച്. ആഹാ, ഓഹോ, അത് കൊള്ളാം, അതെനിക്കിഷ്ടപ്പെട്ടു, ആഹാ. ഇങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ശബ്ദങ്ങളും ചോദ്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവർക്ക് താല്പര്യം തോന്നും. ഇയാൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അല്ലേ, ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നുണ്ടല്ലേ. പിന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ മെഗാഫോൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്കൾക്ക് ഇത് എന്നോട് സംസാരിച്ചപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്, നിങ്ങൾക്കുണ്ടായ പ്രശ്നം ഇന്നതാണ് അല്ലേ, നിങ്ങൾക്ക് വിഷമമുണ്ടായി അല്ലേ, സങ്കടമുണ്ടായി അല്ലേ, ഈ കാര്യം അവർ പറഞ്ഞതിൻ്റെ സാരാംശം നമ്മൾ തിരിച്ചു പറയുന്നതിനെയാണ് നമ്മൾ മെഗാഫോൺ ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും, അവർക്ക് അതീവ സംതൃപ്തി തോന്നും. നിങ്ങൾ എന്നെ കേട്ടല്ലോ, മതി, ആത്മബന്ധമുണ്ടാവും. അങ്ങനെ കേൾക്കാനുള്ള ഈ 2 ചെവികളെ തുറന്നു വയ്ക്കുക. സംസാരത്തിന് പോകുമ്പോഴേ ഇപ്പോൾ അതൊക്കെ ഒരു ക്ലിപ്പ് ഇട്ട് വയ്ക്കുക.
70% അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ആവേശം കൊള്ളിപ്പിച്ചുകൊണ്ടും ആഹാ ഓഹോ പറഞ്ഞുകൊണ്ട് സംസാരിപ്പിക്കുകയും അവർക്കുണ്ടാവുന്നൊരു സന്തോഷം എത്രയാണെന്നറിയോ? ആ മനുഷ്യൻ നമ്മുടെ കൂടെ നിൽക്കും. അല്ലാതെ 100% അങ്ങോട്ട് പറഞ്ഞ് കൊന്നുകളയരുത് കേട്ടോ. ആൾക്കാരെ വെറുപ്പിക്കരുത്, ആൾക്കാരെ ഇറക്കി ഓടും. കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഏരിയയാണ് ക്ലാരിറ്റി, ലിസണിങ്, കോൺഫിഡൻസ്. ഇതുണ്ടല്ലോ, ഒന്ന് വരുന്ന ദിവസങ്ങളിൽ ഒന്ന് പരിശ്രമിച്ച് നിങ്ങളുടെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തൂ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്തൂ. നിങ്ങളെ ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ 10 ദിവസം ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കൂ. നിങ്ങളുടെ അനുഭവം ഗ്രേറ്റ് ആയിരിക്കും. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതി ഇടുക. താങ്ക് യു.